ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മലയാറ്റൂർ കാർണിവലിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഡിസംബർ 25 മുതൽ 31 വരെയുള്ള 7 ദിവസമായിട്ടാണ് ഈ മലയാറ്റൂർ കാർണിവൽ നടക്കുന്നത്. മലയാറ്റൂരുള്ള നക്ഷത്ര തടാകത്തിൻ്റെ തീരത്താണ് ഈ കാർണിവൽ. 110 ഏക്കറോളം വിസ്തൃതിയുള്ള വിശാലമായ തടാകമാണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും 10,000 ഇത് കണ്ടില്ല, ഇതുപോലെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. നല്ല രസമാണ്. പിന്നെ എറണാകുളം ജില്ലയിലാണ് ഈ മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന സ്ഥലം തന്നെയായിരിക്കും. എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ അറിയത്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. ഇപ്പോൾ മലയാറ്റൂരിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയൊക്കെ ഇതിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല രസമാണ് കാർണിവലിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഈ 110 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകമാണ് ഈ നക്ഷത്ര തടാകം. അപ്പോൾ അതിന് ചുറ്റും 10,000 നക്ഷത്രങ്ങൾ കൊണ്ട് ചുറ്റും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അപ്പം തടാകത്തിന് ചുറ്റും ഇതുപോലെ റോഡും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. വണ്ടി ഈ ജസ്റ്റ് 1 കിലോമീറ്ററൊക്കെ ദൂരം ഉള്ളെങ്കിൽ കൂടി ഇതിലെ വണ്ടി ഒന്ന് പോയി തീരാൻ തന്നെ 1 മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട്. കാരണം നല്ല തിരക്കാണ്. വണ്ടികളൊക്കെ പതുക്കെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് പോകുമ്പം അത്ര സമയം എടുക്കുമെങ്കിലും ഒട്ടും ബോറടിക്കില്ല. കാരണം അത് കണ്ടില്ലേ, ആ നക്ഷത്ര ദീപങ്ങളും അതിൻ്റെ റിഫ്ലക്ഷൻ താഴെ തടാകത്തിലടിക്കുന്ന കാഴ്ചയും ഒക്കെയായിട്ട് നല്ല രസമാണ്. പിന്നെ തടാകത്തിന് തീരത്ത് കണ്ടില്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് റൈഡുകൾ, ആകാശ ഊഞ്ഞാൽ, അങ്ങനെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കയറാൻ പറ്റും. നല്ല രസമാണ്. ഞങ്ങൾ പക്ഷേ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് കയറിയാൽ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പിന്നെ കയറിയില്ല. ഇത് കണ്ടില്ലേ, വണ്ടികളുടെ നീണ്ട നിര. കുറേ സമയം എടുക്കും നമ്മൾ ആ റോഡ് കിടക്കാൻ തന്നെ. പക്ഷേ പിന്നെ തടാകത്തിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിൽക്കാൻ പറ്റിയ സ്പേസൊക്കെ ഉണ്ട്, ഉള്ളിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ. അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല രസമാണ്. 10,000-ലധികം നക്ഷത്രങ്ങളാണ് ഇവിടെ തൂക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ എന്തായാലും നല്ലോണം ഇഷ്ടപ്പെടും. കാരണം നക്ഷത്രങ്ങൾ കണ്ടാലും മതി വരില്ല. പിന്നെ അതിൻ്റെ എല്ലാം റിഫ്ലക്ഷൻ താഴെ തടാകത്തിൽ അടിച്ചിട്ട് നല്ല രസമാണ് ഇതിലെ ഉള്ള കാഴ്ചകൾ. പ്രത്യേകം എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് കയറാനായിട്ട് ഫ്രീ ആയിരുന്നു. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറാനും അവിടുത്തെ റൈഡുകൾ ഉപയോഗിക്കാനൊക്കെ പ്രത്യേകം ഫീസൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേജ് ഷോകളും പരിപാടികളും ഒക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ വെറുതെ നക്ഷത്രങ്ങളും കണ്ടുകൊണ്ട് തടാകത്തിൻ്റെ തീരത്ത് നടക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് ഇതുവരെ നടന്നു പോകാനൊക്കെ. പിന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് ഫുഡ് മാളുകളും കുറേ തട്ടുകടകളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. വഴിയോര ഫുഡുകളും ഒക്കെ ആസ്വദിക്കാം. പിന്നെ ഡിസംബർ 31 ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാപ്പാഞ്ഞിൻ്റെ രൂപമുണ്ട്. അതുപോലെ അതിവിടെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അതിനെ കത്തിക്കുന്ന പരിപാടിയുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്ന പോലെ നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും മലയാറ്റൂർ കാർണിവൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം. ബൈ.